പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 27 തിങ്കളാഴ്ച. ഇന്നത്തെ വായനയ്ക്കായി നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ലൂക്ക എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അതിലെ 2 വാക്യം ഞാൻ വായിക്കട്ടെ. 12-13. പിന്നീടൊരിക്കൽ ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. സ്നേഹമുള്ളവരെയും, ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ ഒരു അത്ഭുത പ്രവർത്തനമാണ്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയും മർക്കോസും രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഓർക്കുക, കുഷ്ഠരോഗം വലിയൊരു ശാപമായിട്ടാണ് യേശുവിൻ്റെ കാലത്ത് കണക്കാക്കിയിരിക്കുന്നത്. രോഗത്തെക്കാൾ കൂടുതൽ ശാപമായിട്ടാണ്. പകർച്ചവ്യാധിയാണ്. അതിനേക്കാൾ കൂടുതൽ ദൈവശാപമേറ്റവരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ലേവ്യരുടെ പുസ്തകം 13-14 അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് കുഷ്ഠം, കുഷ്ഠമാണെന്ന് എങ്ങനെ നിശ്ചയിക്കും, കുഷ്ഠരോഗി എന്ത് ചെയ്യണം, എങ്ങനെ ശുദ്ധീകരിക്കണം. അപ്പോൾ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്, ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുകയാണ്. ഒരിക്കലും മറ്റ് ജനങ്ങളുള്ളിടത്ത് പോകാൻ പാടില്ല, പുറത്താണ്. ഇങ്ങനെയുള്ളൊരു വ്യക്തി, അകറ്റപ്പെട്ട വ്യക്തിയാണ് യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ പറയുന്നത്, കർത്താവേ, അങ്ങ് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ. ഇത് സൗഖ്യം മാത്രമല്ല, അവന് ശുദ്ധി ഉണ്ടാകണം, സമൂഹത്തിലേക്ക് മടങ്ങി വരണം. അപ്പോഴാണ് യേശുവിൻ്റെ പ്രവർത്തനം ഓർക്കുക. അവൻ കൈ നീട്ടി, കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. യേശു ആരെയും അകറ്റി നിർത്തുന്നില്ല എന്ന് ഓർക്കുക. എത്ര വലിയ പാപിയാവട്ടെ, എത്ര വലിയ തെറ്റ് ചെയ്തവരാവട്ടെ, യേശു ആരെയും അകറ്റുന്നു. ദൈവത്തിൻ്റെ കരുണയ്ക്ക് അതിരുകളില്ല. അവൻ കൈ നീട്ടി സ്പർശിക്കുന്നു. തൊട്ടാൽ അശുദ്ധനാവും വിചാരിച്ച് മാറ്റി നിർത്തുക. ദൈവം ആരെയും അകറ്റി നിർത്തുന്നില്ല. ഓർക്കുക, നമ്മുടെ അവസ്ഥ എന്തുമാകട്ടെ, എത്ര വലിയ പാപം ചെയ്തതുമാകട്ടെ, മടങ്ങി വരിക. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. നമുക്ക് മനസ്സുണ്ട്, ദൈവത്തിന് മനസ്സുണ്ട്. യേശുവിലൂടെ നമ്മളെ ശുദ്ധനാക്കാൻ, നമ്മുടെ തെറ്റുകളെക്കുറിച്ച്, നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് ബോധ്യമുണ്ടാവട്ടെ. ഒരു ശുദ്ധീകരണം, ഹൃദയത്തിലൊരു ശുദ്ധീകരണം ആവശ്യമാണെന്ന് ബോധ്യമുണ്ടാവട്ടെ. ചോദിക്കുമ്പോൾ തീർച്ചയായും ഉണ്ടാകും. യേശു നമ്മളെ തൊട്ടും സ്പർശിക്കും, നമുക്ക് സൗഖ്യം നൽകും. ആ കരസ്പർശം കിട്ടിയാൽ പിന്നെ നമ്മൾ മാറ്റം ഉണ്ടാകും. യേശു എന്നെ തൊട്ടു, ആ തൊടുന്നത് ശുദ്ധി ഉണ്ടാക്കുന്നതാണ്, പുതിയ ജീവൻ നൽകുന്നതാണ്. അപ്പോൾ യേശു എന്നോടും പറയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. അപ്പോൾ യേശുവിൻ്റെ കരസ്പർശത്തിന് വേണ്ടി നമ്മളെ തന്നെ വിനീതരാക്കാം, നമ്മുടെ തെറ്റുകൾ, കുറ്റങ്ങൾ ഏറ്റുപറയാം, വിശ്വസിക്കാം. കർത്താവിൻ്റെ വാക്കിൽ നിനക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി, ഒരു പുതിയ മനുഷ്യരായി മാറി. അതുപോലെ നമ്മളെയും പുതിയ മനുഷ്യരാക്കി, ദൈവമക്കളാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ, യേശുവിൻ്റെ കരസ്പർശത്തിന് സഹായകമാകട്ടെ. വഴിയേ നടക്ക